ഹലോ ശ്രീയേട്ടാ. ഇതാ ഞാൻ വരുന്നു. സീതേ, പ്രിയേച്ചിയോ? പ്രിയേച്ചി എന്താ ഇപ്പൊ വരുന്നേ? 2-3 ദിവസം മുമ്പേ വരേണ്ടതല്ലേ? നമ്മുടെ കൊച്ചിന്റെ കല്യാണമല്ലേ? എന്ത് ചെയ്യാനാ സീത, നിനക്കറിയാവുന്നല്ലേ എന്റെ തിരക്കൊക്കെ. ഹോസ്പിറ്റലിലാണെങ്കിൽ ലീവ് പോലും തരുന്നില്ല. ഇതാണ് ഞാൻ കയ്യും കാലും പിടിച്ച് വാങ്ങിച്ചെടുത്തതാ. പിന്നെ ഞാനില്ലല്ലോ എന്താ, എന്റെ മോൻ വന്നിട്ടുണ്ടല്ലോ. ഒരാഴ്ച മുമ്പേ അവൻ ഇവിടെ വന്ന് കിടപ്പുണ്ടല്ലോ. ഇപ്പൊ അവന് വീടും വേണ്ട, വീട്ടുകാരെയും വേണ്ട എന്നുള്ള അവസ്ഥയാണ്. അവനെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. നിങ്ങളുടെ കൂടെ കൂടി നടക്കുക. പിന്നെ നിങ്ങളുടെ ഇവിടെ ആയതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. അല്ലാത്തപ്പോ അവൻ എവിടെ ആവുക പോലും എനിക്കറിയാവില്ല. വിഷു ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ അവനല്ലേ, നടക്കട്ടെ. ഇപ്പോഴൊക്കെയല്ലേ എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എൻജോയ് ചെയ്യാൻ പറ്റുന്നത്ര ചെയ്യട്ടെ. എന്ത് സീറ്റേ, നിനക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. ഇപ്പൊ തന്നെ അവന് 10-28 വയസ്സായി, എന്നിട്ട് ഇങ്ങനെ നടക്കുക. ആദ്യമൊക്കെ അവനോട് പറയുമ്പോൾ അവന് പറയാൻ കുറെ കാരണങ്ങളുണ്ടായിരുന്നു, കുറെ ന്യായങ്ങളുണ്ടായിരുന്നു. വീട് എങ്ങനെയും മാറ്റട്ടെ, പുതുക്കി പണയട്ടെ, എങ്ങനെയും കടകൾ തീർക്കട്ടെ, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അതപ്പോ എനിക്കും ശരിയാണെന്ന് തോന്നി. കാരണം കല്യാണം, ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് പറ്റുന്നതും നല്ലൊരു വീട്ടിലായിരിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. പിന്നീട് അവൻ അധ്വാനിച്ച് ഈ നിലയിലെത്തി. ഇപ്പൊ കടവും ഇല്ല, നല്ലൊരു വീടും ഉണ്ട്, സ്വന്തമായിട്ട് വാഹനവും ഉണ്ട്, എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും അവന് കല്യാണത്തെ പറ്റി ഒരു ചിന്തയില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അവന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ അതും എനിക്കറിയാൻ പാടില്ല. അതെന്നോടൊന്ന് പറയോ? അതും ഇല്ല. എന്തായാലും എന്തേലുമൊക്കെ വഴി കാണും ചേച്ചി. ഇപ്പൊ തന്നെ കണ്ടില്ല, ഞങ്ങളുടെ കാര്യം പറഞ്ഞോല്ലേ, അവനുടെ കല്യാണം നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നതാണോ? ഇവിടെ കിട്ടുന്നില്ലാന്നോ അവന് നടന്നതാ. ഇപ്പൊ ഞാൻ കണ്ടില്ലേ, അവളുടെ കല്യാണ. അങ്ങനെ ഒരാൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ആ ആള് വരും. അതിപ്പോ എപ്പോഴാണ്, ഏത് സമയമാണോന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചൊന്ന് കാത്തിരിക്കുക ചേച്ചി, ചിലപ്പം വരുമായിരിക്കും. പിന്നെ കല്യാണപ്പെണ്ണ് എന്തി? അവളെ ഒന്ന് കാണട്ടെ ഞാൻ. അതോട്ടെ, ശ്രീ എന്തി? ശ്രീനെ കണ്ടിട്ട് എത്ര നാളായി? എന്ന് കണ്ടത് അവളെ? ഇപ്പൊ എത്ര വർഷമായെന്ന് കണ്ടിട്ട്. ശ്രീ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചി. ഇതിപ്പോ അവിടെ പോയി? ദാ വരുന്നു ശ്രീ. എന്താ വിളിച്ചു? പ്രിയച്ചി എത്ര നാളായി കണ്ടിട്ട്? എത്ര വർഷമായി ചേച്ചി? ഒന്ന് ആകെ മാറിയല്ലോ, ആകെ അങ്ങ് ക്ഷീണിച്ചു. അതെ, ഓരോ നെട്ടോട്ടം അല്ലായിരുന്നോട് ഇത്രയും കാലം. ഇപ്പഴാ ഒന്ന് നടുമുഖത്ത് നിന്നെന്ന് പറയാം. അതിന്റെ ആയിരിക്കും. നീയും ആകെ അങ്ങ് ക്ഷീണിച്ചല്ലോടി. അതെന്ത് പറ്റി? അവിടുത്തെ ഫുഡൊന്നും പിടിക്കുന്നില്ലേ? അതാണോ? അതോ ആ ഒരു പഴയ ഇതേ മാറി, ലുക്കേ അങ്ങ് മാറി, മുടിയൊക്കെ കട്ട് ചെയ്തു, വണ്ണം കുറഞ്ഞു, കളർ വെച്ചിട്ടുണ്ട് പഴയതിനേക്കാൾ ഒന്നുകൂടി. ആകെ മൊത്തത്തിൽ നീ അങ്ങ് മാറി. ആ പഴയ സ്ത്രീയെ അല്ല നീ ഇപ്പ. ഒന്നുകൂടെ ഗ്ലാമറൊക്കെ ആയി. ഒന്ന് പോ പ്രിയേച്ചി. അല്ല, ചേട്ടൻ എന്ത് പറയുന്നു? ചേട്ടൻ ഞങ്ങളെ വിട്ട് പോയിടി. ഇപ്പൊ 4 വർഷമായി. എന്ത് ചെയ്യാനാ, അന്ന് തൊട്ട് ലൈഫ് ഇങ്ങനെ. പിന്നെ എൻ്റെ വിശ്വമോനുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു നിന്നു. ഇപ്പൊ പിന്നെ അവന് വേണ്ടി ജീവിക്കുക. എന്ത് ചെയ്യാനാ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ജീവിതം മുന്നോട്ട് പോകുന്നത്. സോറി ചേച്ചി, ഞാൻ പെട്ടെന്ന് അറിയാതെ. അത് കുഴപ്പമില്ല ശ്രീ, നിനക്കറിയില്ലായിരുന്നല്ലോ. പിന്നെ എൻ്റെ ഒരു സാധനം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യുന്നാവോ? കണ്ടേ ഇല്ലല്ലോ. എവിടാ സാധനോ? വിശ്വേനെയാണോ ചേച്ചി ഉദ്ദേശിച്ചത്? വിശ്വ അവളുണ്ട് ചേച്ചി. അവനിങ്ങനെ ജയനെ ഹെൽപ്പ് ചെയ്ത് നടക്കാം. ജയനെ ഒറ്റയ്ക്ക് പറ്റൂല, ഞാനും ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത്.
പിന്നെ അവന് ഞങ്ങളുടെ മോൻ തന്നെയല്ലേ, അപ്പം ഒന്നുമില്ലെങ്കിൽ അനുവിന്റെ സഹോദരനും അല്ലേ, അപ്പൊ അവനല്ലേ കൂടുതൽ ഈ ഒരു കല്യാണത്തിന് അവന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. പിന്നെ ചേച്ചി അനുവിനെ കണ്ടില്ലല്ലോ അല്ലേ? അനു അവിടെ ഉണ്ട് ചേച്ചി. അവള് ഇത്ര നേരം ഇവിടെ നിപ്പുണ്ടായിരുന്നു. ഇപ്പം റൂമിലോട്ടൊന്ന് പോയതാ, വാഷ്റൂമിൽ പോണമെന്ന് പറഞ്ഞിട്ട്. ആണോ? എന്നാ ഞാൻ റൂമിൽ പോയി അവളെ കണ്ടിട്ട് വരാം. ശരി ചേച്ചി, ചെല്ലേ. ശരി, നീ ഇപ്പോഴാണോ വരുന്നത്? എത്ര നേരം ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നീ എന്താണ് ഇത്ര ലേറ്റ് ആയേ? ഇപ്പൊ വന്നതാ കുഴപ്പമായ. എയർപോർട്ടിൽ നിന്ന് അന്വേഷിച്ച് പിടിച്ച് ഇങ്ങോട്ട് വരണ്ടേ? നീ ഒന്നും വിളിക്കാൻ വന്നില്ലല്ലോ. പിന്നെ ഈ തിരക്കിനിടയ്ക്ക് ഞാൻ എങ്ങനെയാണ് നിന്നെ വന്ന് എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ വരുന്നത്? എന്തായാലും നീ ഇങ്ങോട്ട് വന്നില്ലേ? ഭാഗ്യം. അല്ല, ബാക്കിയുള്ളവരിവിടെ, നീ മാത്രമേ വന്നുള്ളൂ? എല്ലാരും വന്നിട്ടുണ്ടടാ, എല്ലാരും പുറകെ ഉണ്ട്. പിന്നെ നിന്റെ ക്യാറ്റ് മാത്രം വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അതെന്താ അവള് വരാത്തെ? അവൾ ഇന്നലെ കൂടെ ഞാൻ വിളിച്ചത് വരാമെന്ന് പറഞ്ഞാണല്ലോ. ഇതൊന്നും ഇപ്പൊ പെട്ടെന്ന് വാക്ക് മാറ്റുന്നത്. ഇവിടെ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പറഞ്ഞ നാളെ അകത്തോട്ടിട്ടില്ല, അപ്പത്തേനും വിളി വന്നല്ലോ. ഞാൻ ഒന്ന് 4 അക്ഷരം പറഞ്ഞിട്ട് വരട്ടെ അവളെ. നീ എന്നാ അങ്ങോട്ട് ചെല്ലേ. നീ എന്ത് പരിപാടി അടി കാണിച്ച? നീ ഇന്നലെ കൂടി പറഞ്ഞാണല്ലോ എന്നോട് വരുമെന്ന്. പിന്നെ ഇത്രയും പെട്ടെന്ന് വാക്ക് മാറ്റുന്നതിന്റെ കാര്യം എന്താ? അത്ര തൊഴിച്ചു കൂടാനകത്ത് എന്ത് പ്രോഗ്രാമാണ് എനിക്ക് പോയുള്ളത്? പൊന്നല്ലടാ, ഞങ്ങൾ പറയുന്ന കേക്ക്. എടാ ശരിക്കും എനിക്കൊരു വർക്ക് വന്നടാ. അതാണെങ്കിൽ എനിക്ക് അതുപോലെ ഒഴിച്ചുവിടാൻ അവസ്ഥ ആയോണ്ടാ. അത് ഈ ലാസ്റ്റ് മിനിറ്റിലാണ് എന്നോട് പറയുന്നത്. നിനക്ക് അറിയാലോ എൻ്റെ പ്രൊഫഷൻ്റെ കാര്യമൊക്കെ. ഇതെനിക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അത് ഞാൻ ഇങ്ങനെയാണാ വേണ്ടാന്ന് വെക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ എന്തായാലും കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അവിടെ വരും. നീ ഒന്ന് ക്ഷമിക്കും. ഇപ്രാവശ്യത്തേക്ക് നിങ്ങളൊന്ന് ക്ഷമിക്കലാ. കഷ്ടമുണ്ട്. ഞാൻ വരും, വരാതിരിക്കത്തില്ല. നിനക്ക് ഞാൻ വാക്കൊന്നുമല്ലേ, ഞാൻ വരും. കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് നിനക്ക് എന്തിനാ ഇവിടെ മാങ്ങ വളിക്കാനോ, അതോ ഇവിടെ വന്ന് ക്ലീൻ ചെയ്യാനാണോ? കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റാനാണോ? കല്യാണത്തിന് നിനക്ക് വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ നീ വരണമെന്നില്ല. പക്ഷെ നീ ഒന്ന് പറയുന്നത് മനസ്സിലാക്കടാ. എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടല്ലേടാ ഇന്നേ വരെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള വാക്ക് ഏതെങ്കിലും പാലിക്കാൻ നിന്നിട്ടുണ്ടോ? എല്ലാ വാക്കും ഞാൻ പാലിച്ചിട്ടല്ലേ ഉള്ളൂ. ഇതെനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഈ അവസാന നിമിഷം ഇത് മാറ്റി പറയേണ്ടി വന്നേ. അതുകൊണ്ടല്ലേ എന്തായാലും നിന്നോട് ഈ ഫോണിൽ കൂടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തായാലും അവിടെ വരും. അപ്പം നമുക്ക് നേരിട്ട് സംസാരിക്കാം. അതായിരിക്കും നല്ലത്. ദൈവമേ, ഇതിനെ നീ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് എന്റെ സമാധാനങ്ങളായിരുന്നു ഇതിനെയും പൊക്കി കൊണ്ടുവന്നേ? ഇതിനെ അവിടെ എത്തിയിട്ട് വന്നുകൂടായിരുന്നോ നിനക്ക്? ഞാൻ നിന്നെ മാത്രമല്ലേ വിളിച്ചോളൂ, അതിന് നിന്റെ അനിയത്തെ കൂടെ എന്തിനാ കെട്ടിയെടുത്തോണ്ട് വന്നു? എന്റെ പൊന്ന് ഹർഷ, ഇത് ഞാൻ വിളിച്ചിട്ടൊന്നും വന്നതല്ല, എന്റെ കൂടെ വലിഞ്ഞത് വന്നതാ. ഇവിടെ വന്നിട്ട് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ മുതലിനെ കാണുന്നത്. പിന്നെ വിളിച്ചോണ്ട് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, എന്റെ അനിയത്തി പോയില്ലേ. എന്ത് ചെയ്യാനാന്ന് പറ, ഓരോ മാരണങ്ങളും എടുത്ത് അമ്മ എന്റെ തലയിലോട്ട് വെച്ചില്ല. പിന്നെ കൊണ്ട് കിടക്ക, അല്ലാതെ എന്ത് ചെയ്യാ? പട്ടി നിന്റെ മാരണം ചക്ക വളച്ചെടുത്തത് എന്റെ ഏറ്റവും കാര്യങ്ങളെല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. നിന്റെ ക്രോമിലുള്ള ലീലാവിലാസങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ പൊന്നു പെങ്ങളെ ചതിക്കില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നീ എവിടെ ഇരുന്നോ, ഞാനൊന്നും പറയത്തില്ല. എന്റെ പൊന്നു ഹർഷ, കണ്ടില്ലേടാ ഇതാ അവസ്ഥ. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ അതുകൂടെ ഒന്ന് പറഞ്ഞിട്ടാ എനിക്ക്. ഹർഷ, പിന്നെ നീ എന്ന് എനിക്ക് അയച്ചു തന്നൊരു ഡയറിയുടെ പിക്കില്ലേ, അത് ഞാൻ വായിച്ചടാ. അതിൽ എഴുതിയിരിക്കുന്നതിന് നിന്നോട് ഇപ്പൊ പറയണോ അതോ പോകുന്നേത്ത് പറഞ്ഞാൽ മതിയോ? അതിന് തന്നെ തീരുമാനിച്ചു. നീ ഇനി അത് പറഞ്ഞില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് ഏകദേശം അതിനെപ്പറ്റി ഒരു ധാരണ വന്നിട്ടുണ്ട്. എന്തായാലും നീ വായിച്ചതല്ലേ, നീ പറ. ഇപ്പൊ പറയണ്ട, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകൂലേ, അന്ന് നീ പറഞ്ഞാൽ മതി. ഓക്കെ, എന്നാ അങ്ങനെ ആവട്ടെ മിസ്റ്റർ. എന്നാ ശരി, നിങ്ങൾ വാ എൻ്റെ കൂടെ, ഞാൻ റൂം കാണിച്ചു തരാം. പോയി ഫ്രഷ് ആയിട്ട് എല്ലാം റെസ്റ്റ് എടുക്കുക. നാളെ രാവിലെ എണീക്കേണ്ടതാ, അറിയാലോ. എന്തിന്റെ കാര്യമാണ് ഹർഷനോട് പറഞ്ഞ്? എന്തോ ഒരു ഡയറി വായിച്ചതിന്റെ കാര്യം എന്ത് പറയാന്നാ പറഞ്ഞത്?
ഡയറിയോ? എന്ത് ഡയറി? ഏത് ഡയറി? ആ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് വെറുതെ തോന്നിയതാവും. ദൈവമേ, ഇവളൊന്നും ആ ഡയറിയുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയ്യ. ഞാനൊന്നും പറയുന്നില്ല. എന്നാൽ തന്നെ അവൾക്ക് ഹർഷെന്ന് വെച്ചാൽ പ്രാന്ത. ഞാൻ ഡയറിയുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ പെൺകൊച്ചിനെ തല്ലിക്കൊട്ടും. ഏട്ടാ, എൻ്റെ അടുത്തൊന്നും മറക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡൊക്കെ എനിക്കറിയാം. ഹർഷാൻ്റെ ചാറ്റ് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഏത് ഡയറിയാണ് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം. എന്തായാലും അത് ഏട്ടൻ ഹർഷനോട് പറയാൻ ഞാൻ സമ്മതിക്കുന്നില്ല. അതൊന്നും നിന്നെ സമ്മതം അവർക്ക് വേണോടി. ഏട്ടാ, ഞാൻ അമ്മയോട് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. ഞാൻ ഇതുപോലെ പറയുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയാതിരുന്നിട്ടില്ലെന്നും അറിയാം. ഈ ചേട്ടൻ തന്നെ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന്. അമ്മയുടെ മനസ്സിലിപ്പോൾ മോനെപ്പറ്റി നല്ല ധാരണകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആ ധാരണ ഇങ്ങ് മാറി കിട്ടിക്കോളും. പോട്ടെ. വിശ്വേട്ടാ, ആ രുദ്ര, എന്താ രുദ്ര? എന്താ കാര്യം? എന്തേലും പറയാനുണ്ടോ നിനക്ക്? അത് വിശ്വേട്ടാ. രുദ്ര, നിനക്ക് എന്തേലും എന്നോട് പറയാനുണ്ടെങ്കിൽ നേരെ ചൊന്നെ പറ. ഈ വിക്കി കളിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എന്താ നിനക്ക് പറയാനുള്ളത്? ഞാൻ ഒന്നും പറയത്തില്ല, നീ പറ. അത് വിശ്വേട്ടാ, ഹർഷന്റെ കാര്യം എനിക്ക് പറയാനുള്ളത്. ഹർഷന്റെ കാര്യോ? അവന് എന്ത് കാര്യം? അല്ല, അവന്റെ എന്ത് കാര്യം എനിക്ക് എന്നോട് പറയാനുള്ളത്? പറയാനല്ല വിശ്വേട്ടാ, എനിക്ക് ചോദിക്കാനുള്ളത്. എന്താ ചോദിക്കേ? വിശ്വേട്ടന് ഹർഷനെ ഇഷ്ടമാണോ? അതെ, ആണല്ലോ. ഹർഷനെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനോട് സംസാരിക്കുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാളോട് ആരെങ്കിലും സംസാരിക്കോ? അതുമല്ല, അവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം അവനെന്ത് കുറവുള്ളത്? അപ്പോ ശരിക്കും വിശ്വേട്ടന് ഹർഷനെ ഇഷ്ടമാണോ? അതല്ലോ, ശരിക്കും ഇഷ്ടം. അപ്പോ ഈ വിശ്വേട്ടൻ ഗേ ആണോ? ഐ മീൻ, വിശ്വേട്ടന് ഹർഷനോട് ലവ് ആണോ? പ്രണയം? എന്തോന്ന്? ലവാ? എനിക്കോ? അതും ഹർഷനെ? നിനക്കെന്തൊരു ബോധമില്ലേ? അയ്യോ, നീ അമ്മൂന്റെ അനിയത്തി തന്നെയാണോ? നീ ഇറങ്ങി പൊക്കെ എന്റെ റൂമിൽ നിന്ന്. ഇതിലേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ചെല്ലിപ്പോ, ഇറങ്ങ്, ചെല്ല് ചെന്ന് പോയി കിടന്നുറങ്ങ്. ഇനി ഉറക്കം കിട്ടാത്തതിന്റെ ആയിരിക്കും. ഓരോ സംശയം കൊണ്ട് വന്നേക്കും മനുഷ്യന്റെ. ചെല്ലു, നീ പോ. അപ്പോ അല്ലേ? എന്തല്ലേ? ഒന്ന് പോയരുതേ നീ. ഞാൻ പോവാ. പിന്നെ വിശ്വേട്ട, ഞാൻ ചോദിച്ചത് ഹർഷനോട് പറയല്ലേ. അത് പിന്നെ ഞാൻ വെറുതെ ചോദിച്ചതാ. അത് സീരിയസ് ആക്കില്ലേ? ഹർഷനോട് പറയല്ലേ വിശ്വേട്ട, കഷ്ടമുണ്ട് പറയല്ലേ. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ ആദ്യം. എന്നിട്ടല്ലേ എന്റെ മോളിപ്പോ ചെല്ലാൻ നോക്ക്. സമയം പാതിരാത്രി കഴിഞ്ഞു. നാളെ എഴുന്നേക്കുന്നതല്ലേ. ചെല്ലു നീ. മൊട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പോഴെന്റെ ഓരോ സംശയങ്ങൾ. ആര് പറഞ്ഞു ഞാൻ മുട്ടയെന്ന് വിരിഞ്ഞില്ലെന്ന്? എനിക്ക് 23 വയസ്സൊക്കെ ആവാറായി. ഞാൻ മുട്ടയെന്നൊക്കെ വിരിഞ്ഞതാ. അതെനിക്കും കൂടി തോന്നണ്ടേ. എന്തായാലും ചെല്ല്. ഞാനിത് ഹർഷനോടൊന്നും പറയാൻ പോകുന്നില്ല. പിന്നെ നീയായിട്ട് എന്ന് ചോദിക്കാതിരുന്നാ മതി. നീ ഇപ്പൊ എന്നോട് ഒന്ന് ചോദിച്ചു. അവനോട് പോയി ചോദിച്ചാൽ നല്ല തല്ലായിരിക്കും നിനക്ക് കിട്ടുന്നത്. പിന്നെ വിഷയമൊന്നും പറയണ്ട. അന്ന് നിങ്ങളെ ടെറസിന്റെ മണ്ടിക്കുന്ന സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഇത്രയും നാളെ എനിക്ക് നിങ്ങളെ പറ്റി അങ്ങനെ ഒരു ധാരണയില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ കേട്ടത് കൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ വന്ന് ചോദ്യം ചോദിച്ചത്.
അപ്പൊ അന്ന് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരുന്നു വിശ്വേട്ടാ? അതിനൊരു അർത്ഥവും ഇല്ല. നിന്റെ തെറ്റിദ്ധാരണ കൊണ്ട് നിനക്ക് തോന്നിയില്ല. പിന്നെ നിനക്ക് ആശ്വസിക്കാൻ ഒരു കാര്യം പാടില്ല. എനിക്ക് ഓൾറെഡി വേറൊരുത്തിനെ ഇഷ്ടമാണ്. അത് പെണ്ണ് തന്നെയാണ്. എനിക്ക് പെണ്ണുങ്ങളോടാണ് ഇഷ്ടവും തോന്നുന്നത് കേട്ടോ. അതാരാണെന്ന് നീ എന്നോട് ചോദിക്കില്ല. പിന്നെ എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുക, നിന്റെ സ്ഥാനത്ത് ഇപ്പൊ വേറൊരുത്തിയാണ് ഇത് ചോദിച്ചതെങ്കിൽ എന്റെ കൈ അവളുടെ കാലിടാൻ തീരുന്നതിന്. നീ പിന്നെ എന്റെ അമ്മൂന്റെ ഒരേ ഒരു അനിയത്തിയാണ്. എന്റെ അനിയത്തി ആയതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു മറുപടി ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോ ശരി, ഗുഡ് നൈറ്റ്. മനത്തിനുള്ളക്ക് ഇന്നല്ലോ കല്യാണം കല്യാണം, തോഴികൾ കരകൾ കാതിൽ പറഞ്ഞല്ലോ കിന്നാരം, നാണം നിറഞ്ഞു തൊടുത്തു വിരിഞ്ഞ പെണ്ണിന്നു വെണ്ണില പുഴയിൽ കുളിച്ചു, മോഹത്തിരകൾ മിഴിയിൽ ഇളകും പെണ്ണിനെ പുലരി സുഗന്ധം പുരട്ടി ഒരുങ്ങി സ്വപ്നങ്ങൾ പൂഞ്ചേലയണിഞ്ഞു. എല്ലാവരും ഇറങ്ങുമല്ലേ, സമയമാകാനായി. മഴവിൽ വളകളണിഞ്ഞും വാക്കുഴലുമുഖിലുമെടഞ്ഞും മൃദുവിരല ശിശിരം സുറുമ സഖിക്കുമിഴിനീളെഴുതി. മഴവിൽ വളകളണിഞ്ഞും വാക്കുഴലുമുഖിലുമെടഞ്ഞും മൃദുവിരല ശിശിരം സുറുമ സഖിക്കുമിഴിനീളെഴുതി. ല്ലോ കല്യാണം കല്യാണം, തോഴികൾ കരകൾ കാതിൽ പറഞ്ഞല്ലോ ഇവനാരെ ഈ മാറ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മോ, നിനക്ക് ഈ ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ സെലക്ഷൻ എന്തായാലും മോശമായിട്ടില്ല. മൃദുലതലങ്ങൾ വിടർത്തി മധുനുകരനണയും ശലഭം കരം പിടിച്ചു ഹൃദയവാതിൽ തുറന്നു മിഴിക്കൂമ്പി നിൽക്കും. നീയും നന്നായിട്ടുണ്ട്. എന്റെ സെലക്ഷനും മോശമായിട്ടില്ല. അപ്പൊ എന്റെ സെലക്ഷനും മോശമായിട്ടില്ല. അശോനെ കാണാൻ ഇപ്പൊ നല്ല രസമുണ്ട്. ഓ ഹാൻസം.